കാമാക്ഷി രണ്ടെണ്ണം കൂടി ഇടുന്നേ എന്നാ തിന്ന്. എങ്ങോട്ടാ രാവിലെ? എന്ത് പ്രയോജനം ചന്ദ്രിയെ കഴിക്കുന്നതല്ലാതെ? ഒന്ന് ചുമ്മാ ഇരിക്കടി. ഇത്രയും കടിച്ചിട്ട് എന്നെ ഓഫീസ് ചെന്ന 11 മണിക്കേ വിശപ്പ. അവള് റെഡി ആയില്ലേ? പിന്നെ അവളായിരിക്കണം. എടി പെണ്ണേ, ഇതെന്തൊരു കുളിയാണ്? മണി 8 ആദ്യ ദിവസമായതുകൊണ്ട് ഓഫീസിൽ 9 മണിക്കെങ്കിലും ചെല്ലണ്ടേ? ആറ്റുനോറ്റ് ജോലി കിട്ടി. മണി 8 പെണ്ണ് കുളി കഴിഞ്ഞിട്ടില്ല. എന്റെ വിഷയം കിടന്ന് ഒച്ച വെക്കാതെ. ഇവിടെ കണ്ണിൽ സോപ്പ് പോയിട്ട് നീറുന്നു. കണ്ണിലല്ലേ പോയുള്ളൂ, സൂക്ഷിക്കണേ. ഇത് നോക്ക്, മര്യാദക്ക് തേപ്പിച്ചിട്ടില്ല. എല്ലാത്തിനും ഇവൾക്കൊരു ശിങ്കിരിയെ വേണം. പിന്നെ നീ അല്ലാണ്ട് എനിക്ക് ആരടി പെണ്ണേ? എന്റെ സ്വന്തവും ബന്ധവും എല്ലാം നീയല്ലേ? അതെ, ഞാനാണേ. സാറൊന്ന് എളുപ്പം റെഡിയാവ്. എടി, ഇതൊക്കെ ഒന്ന് മാറ്റി പെണ്ണുങ്ങളിടുന്ന വല്ലതും വാങ്ങിയിട്. ഓഫീസിലേക്കല്ലേ പോന്ന്, പള്ളിയിലേക്കല്ലല്ലോ. ആരുമില്ലാത്ത എനിക്ക് ഇതാണ് എന്റെ ശക്തി. ഇന്ന് നോക്കേ. മതി 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 മതി. അങ്ങനെ അധികം രസിച്ചാലേ ആരെങ്കിലും കണ്ണു വയ്ക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, ഉണ്ടക്കണ്ണ് കാട്ടി ആരും വരട്ടാതെ ഓഫീസ് ചെന്ന് മാനേജറെ കണ്ടതും വളരെ ഭവ്യതയോടെ ഗുഡ് മോർണിംഗ് സർ, അദ്ദേഹം എന്ത് പറഞ്ഞാലും യെസ് സർ, യെസ് സർ, അതായിരിക്കണം ഉത്തരം. ബി സ്മാർട്ട്. എടി, ഇതൊക്കെ ഒരു തരം ചെപ്പടി വിദ്യ. എന്തിനാ? മാനേജർ ആദ്യമേ തന്നെ ഒന്ന് വളയ്ക്കാൻ. വളയ്ക്കാനോ? എടി, വളയ്ക്കാന്ന് പറഞ്ഞ എന്താ പറയാ, ഒന്ന് ഇംപ്രസ് ചെയ്യാൻ. ആനുകൂല്യങ്ങൾ വല്ലതും പിന്നീട് ഉണ്ടായാൽ കളയാൻ ഒക്കുമോ? നീ കൊള്ളാമല്ലോടി. എന്താ ചിരിക്കുന്നേ? ഈ ഉപദേശനൊക്കെ ചെലവുണ്ട്. നീ ഒന്നും പറയണ്ട. ശമ്പളം കിട്ടിയത് നിനക്കാണ് ആദ്യം സാരി. നിന്റെ സാരി വേണ്ട, ബ്ലൗസും വേണ്ട. പെണ്ണേ, ഈ ഉഷയോട് സ്നേഹം ഉണ്ടായാ മതി. ഞാൻ വരുന്നേ. നിക്ക് നിക്ക് നിക്ക്. ആദ്യമല്ലേ ഓഫീസിലിരുന്ന് ക്ഷീണിക്കുമ്പോ കുടിക്കാനാ. ഇവനാവുമ്പോ ആവശ്യമുള്ളപ്പോഴൊക്കെ സൗകര്യമായിരിക്കും. അവിടുന്ന് നാണമില്ലല്ലോ നിനക്ക്. എന്നാ കുഞ്ഞെ പൂവ്, പാടനറിയണ്ട. വരട്ടെ. ശരി. എടി റോസാപ്പൂവേ, വെയിലത്ത് പാടാതെ സൂക്ഷിക്കണം കേട്ടോ. വരട്ടെടി. ബൈ.